ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. ഇപ്പം നമ്മുടെ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് റിവിഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ വരുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ RRB എക്സാംസ് നോക്കുമ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് ആവറേജ്. പക്ഷെ ആവറേജിലെ പല ക്വസ്റ്റ്യൻസും കാൻഡിഡേറ്റ്സ് ചെയ്തു വരാനായിട്ട് കുറേ അധികം ടൈം പോകുന്ന ഒരു ഏരിയ ആണ് ആവറേജ്. പക്ഷെ നമുക്ക് പല ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ആവറേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവറേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, average of 6 consecutive numbers is 21.5. Find the largest number. 6 consecutive numbers എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ? അടുത്തടുത്തുള്ള നമ്പേഴ്സ്. 6 അടുത്തടുത്ത നമ്പേഴ്സിന്റെ ആവറേജ് 21.5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെന്നും പേപ്പറും യൂസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ കണ്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അപ്പോൾ ആൻസർ കിട്ടും. ശരിക്കും ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 6 നമ്പേഴ്സിന്റെ ആവറേജ് 21.5 ആണ്. അപ്പോൾ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ ആവറേജ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മിഡിൽ നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. 6 നമ്പേഴ്സിന് 6ന്റെ മിഡിൽ നമ്പർ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ 5 നമ്പേഴ്സ് ആണെങ്കിൽ മിഡിൽ ആയിട്ട് എന്ത് വരും? തേർഡ് ടേം എന്താണ്? മിഡിൽ ടേം ആണ്. സോ അതായിരിക്കും അതിന്റെ ആവറേജ്. ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 21.5 ആവറേജ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് 3 നമ്പർ വരും, ലെഫ്റ്റിലേക്കും 3 നമ്പർ വരും. അപ്പൊ റൈറ്റിൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് നമ്പർ ആണ്. അപ്പൊ ഇവിടെ വരുന്ന അടുത്ത നമ്പർ ഏതാണെന്നറിയോ? 22 ആണ്. പിന്നെ ഏതാ വരുന്നത്? 23 ആണ്. നെക്സ്റ്റ് വരുന്നത് 24 ആണ്. സോ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 24 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആവറേജ് 21.5 എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ, റൈറ്റിലേക്ക് 3 നമ്പേഴ്സ് ഉണ്ടാവും. 21.5 ആവറേജ് ആണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നമ്പർ 22, 23, 24. അപ്പോൾ 24 നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് പോവാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, ദ ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 50. 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് 50 ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ to the product of fourth and second number? അവിടെ നമുക്ക് കുറച്ചൊരു കാൽക്കുലേഷൻ വേണ്ടി വരും. ലാർജസ്റ്റും സ്മോളസ്റ്റും നമ്പർ എടുക്കുക, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. ദെൻ ഫോർത്ത് നമ്പറും സെക്കൻഡ് നമ്പറും എടുക്കുക, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക, ഡിഫറൻസ് കാണുക. അപ്പൊ ഇവിടെ 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് 50 ആണ്. അപ്പോൾ 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അപ്പൊ മിഡിൽ ടേം തേർഡ് ടേം ആണ് എന്ത്? 50 എന്ന് പറയുന്നത്. കാരണം ആവറേജ് എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. സോ ഇവിടെ തേർഡ് ടേം വരുന്നത് ഈ ആവറേജ് സെയിം ആയിരിക്കും, 50 ആയിരിക്കും. അതിന്റെ റൈറ്റിലേക്ക് 2 നമ്പേഴ്സ് വരും, ലെഫ്റ്റിലേക്കും 2 നമ്പേഴ്സ് വരും. റൈറ്റിലേക്ക് വരുന്നത് ഏതൊക്കെയായിരിക്കും? 51, 52. ലെഫ്റ്റിലേക്ക് വരുന്നത് ഏതായിരിക്കും? 49, 48. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പേഴ്സ് ഏതാന്ന് ഈസിലി കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ഓഫ്. അപ്പൊ ലാർജസ്റ്റും സ്മോളസ്റ്റും നമ്പറിന്റെ പ്രോഡക്റ്റ്. ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 52. സ്മോളസ്റ്റ് ഏതാണ്? 48. സോ 52 ഇൻറ്റു 48 മൈനസ് അടുത്തത് ഏതാണ്? സെക്കൻഡ് നമ്പറും ഫോർത്ത് നമ്പറും. സെക്കൻഡ് ഏതാണ്? 49 ഇൻറ്റു ഫോർത്ത് നമ്പർ ഏതാണ്? ഫോർത്ത് നമ്പർ 51 ആണ് അല്ലെ? 51. അപ്പൊ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ആൻസർ. നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കായിരുന്നു. അപ്പൊ 2 ഇൻറ്റു 8 16. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 6 മൈനസ് 9 ഇൻറ്റു 1 9. 6 മൈനസ് 9 പോകില്ല. സോ 16 മൈനസ് 9 നോക്കുക. 16 മൈനസ് 9 നോക്കുമ്പോൾ എന്ത് വരും? 7 വരും. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് 7 വരുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ഡയറക്റ്റ്ലി ചൂസ് ചെയ്യാം. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ
7 മാത്രം യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ അതല്ല, യൂണിറ്റ് ഡിജിറ്റ് 7 വരുന്ന മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല, നമ്മൾ കാൽക്കുലേഷൻ ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പോൾ 52 × 48, 2 × 8 16, 5 × 8 40, 48, 49, 5 × 4 20, 24, 2 4 9 6, 49 × 51, 51 × 49, 9, 5 × 9 45, 45 plus 4 49, 5 × 4 20 plus 4 24, 2 4 99. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താ വരിക? 2496 മൈനസ് 2499. അപ്പോൾ -3 എന്ന് വരും അല്ലേ, -3 എന്ന് വരും. സോ -3 ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാൽക്കുലേഷൻ, ഇവിടെ ആവറേജിന്റെ പാർട്ട് നമുക്ക് ഓക്കെ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി നോക്കാണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അവിടെ കുറച്ച് ടൈം എടുക്കുന്നത് എവിടെയാണ്? ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് അല്ലേ, ഈ ഒരു കാൽക്കുലേഷൻ പാർട്ടിലാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻസ് വരുമ്പോൾ ഓപ്ഷൻസിൽ എല്ലാ യൂണിറ്റ് ഡിജിറ്റും ഒരുപോലെ ആണെങ്കിൽ പിന്നെ അത് നോക്കാനേ പോകരുത്, അവിടെ അങ്ങനെ നോക്കിയിട്ട് ടൈം കളയരുത്. ഇനി എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് അത് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റും. സോ ഇതെല്ലാം ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊക്കെ മൈൻഡിൽ വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണേ? കുറേ അധികം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. കുറേ അധികം മോക്ക് ടെസ്റ്റ് എടുത്ത്, കുറേ അധികം റിവിഷൻ ചെയ്ത്, കുറേ അധികം ക്വസ്റ്റ്യൻസിൽ കൂടെ കടന്നുപോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ആ ഒരു ടൈമിൽ ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരിക. ഓക്കെ, ഇപ്പം നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അടുത്ത ചോദ്യം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 14 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 20 kg. If a student leaves a class, the average weight of the class drops by 2 kg. Find the weight of student who left the class. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചൊരു ലെങ്തി ആണ്. അതുമല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡിൽ കൂടെ ചെയ്താൽ ഒരുപാടധികം ടൈം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ഷോർട്ടായിട്ട് ക്വിക്കായിട്ട് ആൻസറിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്ന് നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 14 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 20 kg. 14 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്രയാണ്? 20 kg. ഇഫ് എ സ്റ്റുഡൻറ് ലീവ്സ് എ ക്ലാസ്, ഒരു സ്റ്റുഡൻറ് ലീവ് ചെയ്തു, അപ്പൊ ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജ് വെയിറ്റ് ഓഫ് ദ ക്ലാസ് ഡ്രോപ്സ് ബൈ 2 kg. ആവറേജ് 2 കിലോ കുറഞ്ഞു. ഒരു സ്റ്റുഡന്റ് പോയി, അപ്പൊ 14 സ്റ്റുഡൻസ് അല്ല, ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 13 സ്റ്റുഡൻസ് ഉണ്ട്. ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജ് 2 kg കുറഞ്ഞു, അതായത് 18 kg ആയി. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്ത ആ സ്റ്റുഡന്റിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ 14 13 ആയി അല്ലെ, 14 13 ആയി. അപ്പൊ എന്താ ചേഞ്ച് വന്നത്? -1. ഇവിടെ 20 എന്തായി? 20 18 ആയി, -2 അല്ലെ. ഇനി ശ്രദ്ധിച്ചോ, ഈ -1 × 18, -1 × 18, -2 × 14, -2 × 14. ഓക്കെ, -1 × 18, -2 × 14. അപ്പൊ എന്ത് വരും? -18 -28 എന്ത് വരും? -46. -46 എന്ന് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? സൈൻ ഇഗ്നോർ ചെയ്യുക. സൈൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നോ ഇഷ്യൂ. ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. അപ്പൊ ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ ആവറേജ് എത്രയാണ്? 46 kg. വെരി സിമ്പിൾ അല്ലേ? നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇത് നമ്മൾ സാധാ രീതിയിൽ ചെയ്താലോ? നമ്മൾ സാധാ രീതിയിൽ ആവറേജിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ സം എടുക്കും. സം എടുത്തിട്ട് വീണ്ടും ഈ 2 kg കുറയുമ്പോൾ വീണ്ടും ആ സം എടുക്കും, ഡിഫറൻസ് കാണും. അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാടധികം ടൈം നമുക്ക് പോകും. ഇതാകുമ്പോൾ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താം. പിന്നെ ഇത് തെറ്റിക്കാനുള്ള ഒരു ചാൻസും കുറവാണ്. ഇവിടെ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഓർക്കുക. -1 × 18, -2 × ഇവിടെയുള്ള വാല്യൂ.
-1 ഇവിടെയുള്ള വാല്യൂ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിരിക്കും താഴത്തെ. ഈ ഒരു എങ്ങനെ ഈ വരയ്ക്കുന്നത് കറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് തെറ്റിക്കാനുള്ള ഒരു സാധ്യത കുറയും. ഓക്കെ, സോ ലീവ് ചെയ്ത സ്റ്റുഡൻറ്റിന്റെ വെയിറ്റ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 46 kg എന്ന് കിട്ടി. നെക്സ്റ്റ്, ആവറേജ് വെയിറ്റ് ഓഫ് 40 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 45 kg. 40 സ്റ്റുഡൻസിന്റെ ആവറേജ് എത്രയാണ്? 40 സ്റ്റുഡൻസിന്റെ ആവറേജ് 45 kg ആണ്. 40 സ്റ്റുഡൻസിന്റെ ആവറേജ് 45 kg. ഇഫ് എ സ്റ്റുഡന്റ് ലീവ്സ് ദ ക്ലാസ്, ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്തു, അപ്പൊ 40 എന്നുള്ളത് എന്തായി? 39 ആയി. 39. The average weight of the class drops by 1 kg. അപ്പൊ ആവറേജിന് എന്ത് സംഭവിച്ചു? 1 kg കുറഞ്ഞു. 45 എന്തായി? 44 ആയി. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് ഹു ലെഫ്റ്റ് ദ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ വെയിറ്റ് കാണുക. അപ്പൊ ഇവിടെ എന്താ വന്നത്? 40 39 ആയി, അതായത് -1 ആയി. ഇവിടെ 45 44 ആയി, -1 ആയി. Then -1 into 44, that is -44. -1 into 40, -40. എന്ത് വന്നു? -84. ഞാൻ പറഞ്ഞു സൈൻ കൺസിഡർ ചെയ്യണ്ട, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. 84. സോ ലീവ് ചെയ്ത സ്റ്റുഡൻറ്റിന്റെ വെയിറ്റ് എത്രയാണ്? 84 kg. നെക്സ്റ്റ്, the average weight of 6 persons increases by 2 kg when one of them whose weight is 72 kg is replaced by a new man. The weight of new man is. അതെന്താണ്? 6 ആൾക്കാരുടെ ആവറേജ്. 6 ആൾക്കാരുടെ ആവറേജ് 2 കിലോ കൂടി. എപ്പോ? അതിൽ ഒരാളെ റീപ്ലേസ് ചെയ്തപ്പോ. ആ റീപ്ലേസ് ചെയ്ത ആളുടെ വെയിറ്റ് 72 kg ആയിരുന്നു. 6 ആൾക്കാരുണ്ട്, അതിൽ ഒരാളെ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ഒരാൾ പോയിട്ട് പുതിയ ആൾ വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ 72 kg വെയിറ്റ് ഉള്ള ഒരാള് മാറിയിട്ട് പുതിയ ആൾ വന്നു. അപ്പൊ ആവറേജ് 2 kg കൂടി. അങ്ങനെയാണെങ്കിൽ ആ പുതിയതായിട്ട് വന്ന ആളുണ്ടല്ലോ, ആ ആളുടെ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്തതിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 6 persons, 6 പേരുടെ ആവറേജ് നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇനി റീപ്ലേസ് ചെയ്തു, ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നു. അപ്പോഴും നമ്പർ ഓഫ് പീപ്പിൾ നോ ചേഞ്ച്, 6 പേര് തന്നെയാണ് അപ്പോഴും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജ് 2 കിലോ കൂടി. അതായത് എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 2 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചേഞ്ച് വന്നത്? 0 ചേഞ്ച്, 0. ഇവിടെ എന്താണ്? പ്ലസ് 2 പ്ലസ് 2. ഇനി 0 ഇൻറ്റു എക്സ് പ്ലസ് 2, 0. പ്ലസ് 2 ഇൻറ്റു 6, ദാറ്റ് ഈസ് പ്ലസ് 12. എന്ത് വന്നു? പ്ലസ് 12. പ്ലസ് 12 എന്ന് വന്നു. അതായത് പുതിയ ആളുടെ വെയിറ്റ് അപ്പം എന്ത് വരും? പോയ ആളുടെ വെയിറ്റ് 72 ആ. ഈ 72 ഈ വന്ന പ്ലസ് 12, 72 പ്ലസ് 12 84. 84 kg ആണ് ന്യൂ മാൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഗതി തന്നെ, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ടു, നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് ഒരു മിനിറ്റ് പോലും വേണ്ടാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, the average weight of 30 persons increases by 1 kg when one of them whose weight is 48 kg is replaced by a new man. The weight of the new man is. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലം ആണ്. 30 പേരുടെ ആവറേജ് നമുക്ക് അറിയില്ല, എക്സ് എന്ന് എടുത്തു. പിന്നെ ഈ 30 പേരുടെ ആവറേജ് 1 കിലോ കൂടി. എപ്പോ? ഒരാളെ റീപ്ലേസ് ചെയ്തപ്പോൾ. റീപ്ലേസ് ചെയ്ത ആളുടെ വെയിറ്റ് എന്താ? 48 kg. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 30 പേരുടെ ആവറേജ് എക്സ് എന്നെടുത്തു. പിന്നെന്താണ്? ഒരാളെ റീപ്ലേസ് ചെയ്തു, അപ്പൊ നമ്പർ ഓഫ് പീപ്പിൾ ചേഞ്ച് ഇല്ല, 30 തന്നെയാണ്. ആവറേജിന് എന്ത് സംഭവിച്ചു? ആവറേജ് 1 കിലോ കൂടി, അതായത് എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 1 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 0 ചേഞ്ച്. ഇവിടെ എന്താ ചേഞ്ച് വന്നത്? പ്ലസ് 1. അപ്പൊ 0 ഇൻറ്റു എക്സ് പ്ലസ് 1 0, പ്ലസ് 1 ഇൻറ്റു 30 പ്ലസ് 30 ഈക്വൽ ടു 30. അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എന്ത് വരും? റീപ്ലേസ് ചെയ്ത ആളുടെ വെയിറ്റ് 48 ആയിരുന്നു. 48 പ്ലസ് 30 ദാറ്റ് ഈസ് 78.
78 kg. ഓപ്ഷൻ ബി ആണ് പുതിയ ആളുടെ ന്യൂ മാന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the average weight of 40 persons decreases by half kg. അപ്പൊ ഇത്ര നേരം കൂടിയ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ കാര്യമാണ് പറയുന്നത്. 40 ആൾക്കാരുടെ ആവറേജ് വെയിറ്റ് ഹാഫ് കെ ജി കുറഞ്ഞു. എപ്പോ? when one of them whose weight is 72 kg is replaced by a new man. 72 kg വെയിറ്റ് ഉള്ള ഒരാളെ പുതിയ ആളെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ ആവറേജ് ഹാഫ് കെ ജി കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ന്യൂ മാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 40 പേരുടെ ആവറേജ് നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്ന് എടുക്കുക. പിന്നെ എന്താണ്? റീപ്ലേസ് ചെയ്യുക ചെയ്തത്. സോ നമ്പർ ഓഫ് പീപ്പിൾ 40 തന്നെയാണ്. ആവറേജിന് എന്ത് സംഭവിച്ചു? ഹാഫ് കെ ജി കുറഞ്ഞു. അതായത് എക്സ് മൈനസ് 1/2. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചേഞ്ച് വന്നത്? 0. ഇവിടെ എന്താ ഡിഫറൻസ് ഉള്ളത്? -1/2. ഓക്കെ, 0 ഇൻറ്റു എക്സ് മൈനസ് 1/2 0. -1/2 into 40. 0 -1/2 into 40 എന്ത് വരും? -20. -20. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനിലൊക്കെ സൈൻ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു റീപ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഞാൻ സൈൻ കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? ആവറേജ് പറയാം. ഓക്കെ, ഒരു സ്റ്റുഡൻറ് ലീവ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് പുതിയതായിട്ട് വന്നു എന്നൊക്കെ വരുന്ന കേസിൽ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണ്ട. ബട്ട് ഇൻ റീപ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻ, റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ വെയിറ്റ് ഓഫ് ന്യൂ മാൻ എന്താണ്? 72 kg ആണ്. എന്ത്? 72 kg ആണ് റീപ്ലേസ് ചെയ്ത ആളുടെ വെയിറ്റ്. സോ 72 ഇവിടെ വരുന്ന -20. പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എന്താ? 52 kg. ഓക്കെ, ഇനി ഇപ്പൊ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും, ഈ സൈൻ എടുക്കണ്ട, സൈൻ എടുക്കണം, ഇതൊക്കെ ഓർത്തിരിക്കണമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവിടെ ഒരു ഓർത്തിരിക്കാൻ ഒരു ട്രിക്കും കൂടെ പറയാം. അതായത് 40 ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, ഒരു സ്റ്റുഡന്റ് ലീവ് ചെയ്തു, അപ്പൊ ആവറേജ് എന്തായി? ആവറേജ് 1 കിലോ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്ത സ്റ്റുഡന്റിന്റെ വെയിറ്റ്, അപ്പൊ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് ഡയറക്ട്ലി ഇവിടെ നിന്ന് കിട്ടിയപ്പോ ഇവിടെ 52 കിട്ടിയ ആ 52 ആണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇവിടെ -52 ആണെങ്കിൽ ഓപ്ഷനിൽ എന്തായാലും വെയിറ്റ് എന്ത് വരില്ല? മൈനസ് വരില്ല. വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ 52 കിട്ടിയ ആ 52 ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യും. പക്ഷെ റീപ്ലേസ്മെന്റ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്കിവിടെ -20 കിട്ടിയത് അല്ലെ? -20 കിട്ടി. -20 കിട്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു കാൽക്കുലേഷൻ കൂടെ ഈ റീപ്ലേസ്മെന്റ് ക്വസ്റ്റ്യനിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 72 kg ഉള്ള ആളെയാണ് റീപ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ 72 -20 നമ്മൾ 1 more സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് 52 കിട്ടുക. അപ്പോൾ എപ്പോഴും വെയിറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇനിയിപ്പം നമ്മൾ ഈ സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ മൈനസാ കിട്ടിയെന്ന് വെക്കുക. മൈനസാ കിട്ടിയെങ്കിൽ ഒരിക്കലും നമ്മൾ മൈനസ് വെയിറ്റ് ചൂസ് ചെയ്യില്ല. ഈവൻ ഓപ്ഷനിൽ മൈനസ് തന്നിട്ടുണ്ടെങ്കിലും വെയിറ്റ് എന്താവില്ല? നെഗറ്റീവ് ആവില്ല. വെയിറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യം കൂടെ മൈൻഡിൽ വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആവറേജിലെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും നമുക്ക് ഈ തൊട്ട് മുന്നേ റീപ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻ അതൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ട്. പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പെന്നും പേപ്പറും യൂസ് ചെയ്യേണ്ടാത്ത ഒരു ചോദ്യമാണ്. ദ ആവറേജ് ഓഫ് 10 numbers ഈസ് 18. 10 നമ്പേഴ്സിന്റെ ആവറേജ് 18 ആണ്. If 2 is added to each number, then the average become. അപ്പൊ ഈ 10 നമ്പർ ഉണ്ട് അല്ലെ? 10 നമ്പറിന്റെ ആവറേജ് 18 ആണ്. ഈ 10 നമ്പറിൽ ഓരോ നമ്പറിന്റെയും കൂടെ 2 ആഡ് ചെയ്തു. ഓരോ നമ്പറിന്റെയും കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആവറേജ് എന്താവും? പുതിയ ആവറേജ് എന്താവും? ഈ ഒരു 2 ആഡ് ചെയ്താൽ മതി. അതായത് ഓരോ നമ്പറിന്റെയും കൂടെ 2 ആഡ് ചെയ്തു. അതുപോലെ തന്നെ ആവറേജിന്റെ കൂടെയും 2 ആഡ് ചെയ്യുക. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 18 ആയിരുന്നു. +2 ചെയ്യുക 20. പുതിയ ആവറേജ് എത്രയാ? 20. ഓപ്ഷൻ എ. അപ്പൊ ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ പെന്നും പേപ്പറും പോലും യൂസ് ചെയ്യണ്ട. 10 നമ്പേഴ്സിന്റെ ആവറേജ് 18. ഓരോ നമ്പറിന്റെയും കൂടെ 2 ആഡ് ചെയ്തു. അപ്പൊ ആവറേജിന്റെ കൂടെ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. ഇനി ഓരോ നമ്പറിന്റെ അടുത്തൊന്നും 1 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ആവറേജിൽ നിന്ന് എന്ത് ചെയ്യണം? 1 സബ്ട്രാക്ട് ചെയ്യണം. സോ സിമ്പിൾ. സോ 18 ആയിരുന്നു ആവറേജ്. അതിന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ എന്തായി ആവറേജ്? ആവറേജ് 20 ആയി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് നമ്മൾ ആവറേജിലെ കുറെ ക്വസ്റ്റ്യൻസ് നോക്കി. അതുപോലെ ഏതൊരു ടോപ്പിക് എടുത്താലും നമുക്ക് അതിൽ കുറെ അധികം ഷോർട്ട് കട്ട് ട്രിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവണം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം, റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ RRB ഗ്രൂപ്പ് ഡി എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്